മന്ത്രിസഭ രൂപീകരിച്ചിട്ട് മാസം 3 പിന്നിട്ടിരിക്കുകയാണ്. എന്നിട്ടും KPCC പ്രസിഡന്റ് പദവിയിൽ മന്ത്രി സണ്ണി ജോസഫ് തുടരുന്നുണ്ട്. ഇനിയും കാത്തിരിക്കാൻ വയ്യെന്നും ചുമതല ഒഴിയുമെന്നുമുള്ള സണ്ണി വക്കീലിന്റെ ഭീഷണി ഏറ്റിരിക്കുകയാണ്. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾക്കൊടുവിൽ അവസാന 2 പേരുകളിലേക്ക് എത്തിയെന്ന് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടിൽ ഒന്നിനെ തീരുമാനിക്കാൻ കേരളത്തിന്റെ ചുമതലയുള്ള നേതാവ് ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് നേതാക്കളുമായി സംസാരിക്കുന്ന ദീപാദാസ് ഒറ്റ പേരിലേക്ക് ചർച്ചകൾ ചുരുക്കി തിരികെ ഡൽഹിയിലേക്ക് പറക്കും. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അധ്യക്ഷനെ തീരുമാനിക്കും. മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടിൽ മാത്യു കുഴൽനാടനാണ് ആദ്യത്തെ അവസരമെന്നാണ് പറയുന്നത്. അതേസമയം ആദ്യം പട്ടികയുടെ പുറത്തു നിന്നിരുന്ന ഷാഫി പറമ്പിൽ തിരികെ സാധ്യതാ പട്ടികയിലേക്ക് വന്നതാണ് ട്വിസ്റ്റായി കാണുന്നത്. മുഖ്യമന്ത്രിയും സംസ്ഥാന അധ്യക്ഷനും ഒരു ജില്ലയിൽ നിന്നായാൽ പാർട്ടി പ്രവർത്തനം എറണാകുളത്ത് മാത്രമായി കേന്ദ്രീകരിക്കുമെന്ന വാദങ്ങൾ കുഴൽനാടന് എതിരായി ഭവിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹം പ്രതീക്ഷയിലാണ്. അതേസമയം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നോമിനിയായി കുഴൽനാടൻ KPCC തലപ്പത്തേക്ക് വരുമ്പോൾ വീണ്ടും ജോസഫ് വാഴയ്ക്കനാണ് നിരാശ. വാഴയ്ക്കിനു വേണ്ടി രമേശ് ചെന്നിത്തല പരമാവധി ശ്രമിച്ചുവെങ്കിലും KCയുടെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കുകയായിരുന്നു AICC. മുതിർന്ന നേതാക്കളെ അടക്കം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിലും നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അനുസരിച്ച് മാത്യു കുഴൽനാടന്റെ പേരിനാണ് പ്രഥമ പരിഗണന കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം നൽകുന്നത്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധി എന്ന നിലയിലും വിവിധ സമുദായങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സമവാക്യങ്ങളും അദ്ദേഹത്തിന് അനുകൂല ഘടകങ്ങളായി വിലയിരുത്തപ്പെടുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിൽ തലമുറ മാറ്റം യാഥാർത്ഥ്യമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപം കൊള്ളുന്നത് എന്ന വിലയിരുത്തലും ശക്തമാണ്. അതേസമയം മുൻകാലങ്ങളിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് യുവ നേതാക്കൾ എത്തിയ ചരിത്രം കോൺഗ്രസിനുണ്ട്. AK ആന്റണി, K മുരളീധരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ താരതമ്യേന ചെറുപ്പത്തിൽ തന്നെ KPCC അധ്യക്ഷരായി പാർട്ടിയെ നയിച്ചിട്ടുണ്ട്. അവരുടെ ചുവടുപിടിച്ചാണ് കുഴൽനാടൻ അമരത്തേക്ക് വരുന്നത്. ആർജവത്തോടെയും വ്യക്തമായ നിലപാടുകളോടെയും ജനകീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന നേതാവെന്ന നിലയിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ ഭാവി നേതൃത്വമായി കാണുന്ന പ്രവർത്തകരും അനുഭാവികളും ഏറെയാണ്. കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്ന കാലഘട്ടത്തിൽ പ്രതിപക്ഷ നിരയിലെ സജീവ MLA-മാരിൽ ഒരാളായി അദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങളിൽ LDF നേതൃത്വം നൽകിയ മുൻ സർക്കാരിനെ ശക്തമായ പ്രതിരോധത്തിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്ന വിലയിരുത്തലും രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ മകൾ T വീണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ശക്തമായി ഉയർത്തിക്കാട്ടിയത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമായിരുന്നു. UDFന്റെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് പിന്നിൽ ഭരണവിരുദ്ധ വികാരവും പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഇടപെടലുകളും കാരണമായിരുന്നു എന്ന വിലയിരുത്തലും കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിലുണ്ട്. പ്രതിപക്ഷത്തിരിക്കുന്ന CPM, BJP പാർട്ടികളെ ശക്തമായി നേരിടാൻ കഴിയുന്ന നേതാവായി മാത്യു കുഴൽനാടൻ മാറുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം നിൽക്കുന്നത്. തലമുറ മാറ്റമെന്നത് പ്രായത്തിന്റെ കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പുതിയ രാഷ്ട്രീയ ഊർജവും സംഘടനാ നവീകരണവും പോരാട്ട മനോഭാവവും ഉൾക്കൊള്ളുന്ന വലിയ മാറ്റത്തിന്റെ ഭാഗമാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് മാത്യു കുഴൽനാടന്റെ പേര് കൂടുതൽ ശക്തമായി ഉയർന്നു വരുന്നത്. അവസാനവട്ട ചർച്ചകൾക്കായി മുഖ്യമന്ത്രി VD സതീശനും രമേശ് ചെന്നിത്തലയും ദില്ലിയിലെത്തിയിരുന്നു. അതേസമയം ഇവിടെ കുഴൽനാടന് വിലങ്ങുതടിയായി നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ അനിഷ്ടമാണ്. മുഖ്യമന്ത്രി ചർച്ചകളിൽ KC വേണുഗോപാലിനെ ശക്തമായി പിന്തുണച്ച കുഴൽനാടൻ അന്ന് ലീഗിന്റെ ഇടപെടലിനെ വിമർശിച്ചിരുന്നു. അതേ നേതാവ് KPCCയുടെ അമരത്തേക്ക് വരുമ്പോൾ ലീഗ് അതിനെ എങ്ങനെ കാണുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. എങ്കിലും KCയുടെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെ മൂവാറ്റുപുഴ MLAക്ക് സാധ്യത കൂടുതൽ കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി പദവി നഷ്ടമായ രമേശ് ചെന്നിത്തല VD സതീശൻ മന്ത്രിസഭയിൽ അംഗമാണെങ്കിൽ മുന്നോട്ട് വെച്ച ഉപാധികളിൽ ഒന്നാണ് വാഴയ്ക്കന് KPCC അധ്യക്ഷ പദവി നൽകണമെന്നതാണ്. മന്ത്രിസഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളും KC വേണുഗോപാൽ പക്ഷക്കാരാണ്. അതുകൊണ്ട് KPCC അധ്യക്ഷ പദവി തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നാണ് രമേശ് ചെന്നിത്തലയും VD സതീശനും ആവശ്യപ്പെടുന്നത്. സതീശന് പക്ഷേ ഉയർത്തിക്കാട്ടാൻ മികച്ചൊരു നേതാവില്ല എന്നത് തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ജോസഫ് വാഴയ്ക്കനെ പിന്തുണയ്ക്കുവാനുള്ള സാധ്യതയും കൂടുന്നുണ്ട്.